ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലോഗറിതമിക് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോക്കാണ്. അപ്പോൾ അത് കാൽക്കുലേറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ലോഗറിതമിക് ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് y = log bx. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ x ഈസ് എ നമ്പർ വിത്ത് ബേസ് b. x എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇവിടെ അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് b ആണ്. അപ്പോൾ ലോഗ് കാണുമ്പം x എന്ന നമ്പർ ബേസ് ബീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് x = b⁻y എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു കണ്ടൻറ്റാണ് ഈ ഒരു ലോഗറിതമിക് ഫംഗ്ഷനിൽ പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതേ ഒരു കൺസെപ്റ്റ് ഇവിടെ എഴുതുവാണെങ്കിൽ, അതായത് ഒരു എക്സാമ്പിളായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് 3 = log 2/8 എന്ന് എഴുതാം. ഇവിടെ 8 എന്നുള്ള നമ്പറിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ അതിന് നമുക്ക് x = b⁻y എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ 8 = 2³ എന്ന് എഴുതാൻ പറ്റും. ശേഷം മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. log 10 × 100 ആ രീതിയിലാണെങ്കിൽ, അതായത് 100ൻ്റെ ബേസായിട്ട് ഇവിടെ 10 വരുന്നത്, നമുക്കതിനെ x = b⁻y എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് y-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് 100 = 10⁻y എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആ y-ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കാം? നമുക്ക് ഊഹിച്ചാൽ അത് 2 എന്നുള്ള ഒരു ഉത്തരം കിട്ടുക. കാരണം 10ൻ്റെ സ്ക്വയറാണ് 100 എന്ന് നമുക്കറിയാം. ആ രീതിയിൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷേ നമുക്കിവിടെ ഒരു ഊഹം വെച്ചുകൊണ്ട് മാത്രമേ കിട്ടിയത്, മറ്റ് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഉത്തരം നമ്മളെ കാൽക്കുലേറ്റർ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് y-യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമ്മുടെ കാൽക്കുലേറ്ററിലുണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ FX991MS മാത്രം സീരീസിലല്ല, മറ്റും കാസിയോൻ്റെ സീരീസുകളിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ, അതായത് log 10 × 100, അതായത് 100ൻ്റെ ബേസായിട്ട് 10 വരുന്ന ആ ഒരു ലോഗിൻ്റെ ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. അതായത് log 100 / log 10 എന്ന് എഴുതാം. അപ്പം ആ ഒരു കണക്ക് നമ്മളിവിടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ, കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ log 100 / log 10 എന്ന് നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് 2 എന്നുള്ളൊരു വാല്യൂ കിട്ടും. നമുക്ക് നേരത്തെ ചെയ്ത ആ ഒരു ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുമ്പം അവിടെയും നമുക്ക് 2 എന്നുള്ള വാല്യൂ തന്നെയാണ് y-ൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് y-ൻ്റെ വാല്യൂ, ലോഗറിതമിക് ഫംഗ്ഷനിൽ y-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട്, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് മറ്റു തരത്തിലുള്ള ഇക്വേഷനിലൊക്കെ സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ log 2/8 ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് log 8 / log 2. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉത്തരം 3 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു കണക്കിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ log 8ൻ്റെ ബേസായിട്ട് log 2 ആണ് വരുന്നത്. ശേഷം നമുക്ക് log 10 × 0.001 ചെയ്ത് നോക്കിയാൽ, അതായത് log 0.001ൻ്റെ ബേസായിട്ട് വരുന്നത് log 10 ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് -3 തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അവസാനമായിട്ട് log 2 64 ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് log 64 / log 2 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നുള്ളൊരു ഉത്തരം കിട്ടി. ഈ രീതിയിലുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് സിമ്പിളായിട്ട് y-ൻ്റെ വാല്യൂ ഈ രീതിയിൽ y = log bx എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ആ ഒരു കേസിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് y-ൻ്റെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കണ്ടൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൽ നല്ല കണ്ടൻറ്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.